അതെൻ്റെ പ്രിവിലേജാണ്. അതായത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എന്നെ ആൾക്കാർക്ക് ഒപ്രസ് ചെയ്യാൻ പറ്റിയപ്പോൾ തന്നെ എൻ്റെ പ്രിവിലേജാണ് ഞാൻ അജിതയുടെ മകളായിരിക്കുക എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെ പിന്നീട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, ആ പ്രിവിലേജ് എങ്ങനെ മറ്റ് സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പല ക്രൈസിസ് കേസുകളിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഇതെങ്ങനെ പരിഹരിക്കണം എന്ന് അന്തം വിട്ട് നിൽക്കുമ്പോൾ അവിടെ എൻ്റെ അമ്മേൻ്റെ ഒരു കോള് മതി, അജിതയാണ്. പോലീസുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാൻ തുടങ്ങുന്നു. സീനായി മോനെ, എന്താ വിഷയം എന്നൊന്നും പോലീസുകാർക്ക് അറിയണ്ട. എന്താ അമ്മ വളരെ സില്ലിയായിട്ട് വെറുതെ എന്തായി സാറേ എന്നൊക്കെ അമ്മയ്ക്കും അറിയില്ല അത് വലിയ പ്രധാനപ്പെട്ട സംഭവമായിട്ട്. പക്ഷെ ആ പ്രശ്നം അവിടെ മാജിക്കലി പരിഹരിക്കപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിത് ഓക്കെ, വേറെയും വിഷയങ്ങളിൽ വേറെയും സ്ത്രീകൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. എൻ്റെ അമ്മ അങ്ങനെ ഒരു പണി എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ ഗ്രാൻഡ് മദേഴ്സ്. ഗ്രാൻഡ് മദറിൻ്റെ വർക്കാണെങ്കിലും മദറിൻ്റെ വർക്കാണെങ്കിലൊക്കെ എപ്പോഴും ഈ അച്ഛന്മാരെ പേരിലാണല്ലോ വർക്ക്. എൻ്റെ മകനാണ്, നല്ല അച്ഛൻ്റെ മകനായതുകൊണ്ടാണ് എനിക്ക് നല്ല അമ്മയുടെ മകളായിട്ട്, നല്ല അമ്മൂമ്മയുടെയും നല്ല ഉമ്മമാരുടെ ഒക്കെ മകളായിട്ട് അറിയപ്പെടുക. അതായിരിക്കണം എൻ്റെ വർക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ആൻസിസ്ട്രി എന്ന് പറഞ്ഞാൽ തായ് വഴിയാണ്. അതിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ. പക്ഷെ അന്വേഷി പോലൊരു സംഘടന ഉള്ളപ്പോഴും ഒരു പുതിയ സംഘടന തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എന്തുകൊണ്ട് വർക്ക് ചെയ്യണ്ട, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തുടർച്ച തന്നെ ഏറ്റെടുക്കാമായിരുന്നില്ലേ? അത് അന്വേഷി ശരിക്കും ഇതിന് പാകപ്പെടുന്ന ഒരു സംഘടന ആയിരുന്നില്ലേ? അല്ല, അന്വേഷിയുടെ വർക്ക്, അന്വേഷി സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സംഘടന. വളരെ പ്രധാനപ്പെട്ട വർക്കാണ് അവർ ചെയ്യുന്നത്. ഒരുപാട് സ്ത്രീകളെ ഡൊമസ്റ്റിക് വയലൻസിൽ നിന്നും നിന്നും അതേപോലുള്ള സിറ്റുവേഷൻസിൽ നിന്നും എംപവർ ചെയ്തിട്ടുണ്ട്. അവർ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് സ്ത്രീകൾ ഒപ്രസ്ഡ് ആണ്, അതുപോലെ തന്നെ ഒപ്രസ്ഡ് ആണ് ക്യൂർ മനുഷ്യരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ കമ്പാരിസൺ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതൊക്കെ വേറെ വേറെ രീതിയിലുള്ള ഓപ്പറേഷൻസ് ആണ്. സ്ത്രീകളുടേത് വേറെ, ക്യൂർ കമ്മ്യൂണിറ്റീൻ്റെ വേറെ, ദളിത് ആദിവാസി കമ്മ്യൂണിറ്റീൻ്റെ വേറെ, റിലീജിയസ് മൈനോറിറ്റീസിൻ്റെ വേറെ, ഡിസേബിൾ കമ്മ്യൂണിറ്റീൻ്റെ വേറെ, അങ്ങനെ പലതരം ഓപ്പറേഷൻസ് ഇവിടെ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അതൊരു വൺ സ്ട്രക്ചറാണ്, ഒരു വലിയ ഇലാബറേറ്റ് ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള കാസ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണത്. അതിനെ ഇങ്ങനെ പല പല ഇഴകളാക്കി മാറ്റി വെച്ചിട്ട് നമുക്കത് ഡീൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു മനസ്സിലാക്കലിൽ നിന്നാണ് നമ്മൾ വനിതാ കളക്റ്റീവിനെ ഇൻ്റർസെക്ഷണൽ ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇൻ്റർസെക്ഷൻ ഫെമിനിസം എന്ന് പറയുന്ന ഇതാണ് ഐഡിയ. അതായത് ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്ത്രീ ആയിരിക്കുമ്പോൾ തന്നെ അയാൾ ദളിതും ആയിരിക്കാം, സ്ത്രീ ആയിരിക്കുമ്പോൾ തന്നെ ക്യൂറും ആയിരിക്കാം, ഇതെല്ലാം കൂടി ചേർന്ന മിക്സ് ആയിരിക്കാം അയാളുടെ ഐഡൻറ്റിറ്റി. അപ്പം അയാൾക്കൊരു പ്രശ്നം വരുമ്പോൾ അയാൾ ക്യൂർ ഓർഗനൈസേഷനിൽ പോകണോ, സ്ത്രീകളുടെ ഓർഗനൈസേഷനിൽ പോകണോ, ദളിതരുടെ ഓർഗനൈസേഷനിൽ, അങ്ങനെ അല്ലല്ലോ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത്. അങ്ങനെയല്ലല്ലോ അടിച്ചമർത്തൽ ഇവിടെ ഉള്ളത്. ഒരേ ആൾക്ക് തന്നെ പലതരം അടിച്ചമർത്തൽ ഏറ്റുവാങ്ങുന്ന സാഹചര്യത്തിൽ അത് 1+1+1 എന്ന് കൂട്ടിയാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇൻ്റർസെക്ഷനാലിറ്റി പറയുന്നത്. അത് ഇതിൻ്റെയൊക്കെ എത്രയോ കൂടുതൽ, എത്രയോ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കുമ്പോൾ ഉള്ള അവരനുഭവിക്കുന്ന വിവേചനത്തിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഒരു ദളിതായിട്ടുള്ള ദരിദ്രയായിട്ടുള്ള സ്ത്രീ, മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ. അതുകൊണ്ട് തന്നെ വനജയിൽ നമുക്ക് സ്ത്രീകൾക്ക് മാത്രമേ സർവീസ് തരൂ എന്ന് പറയാൻ പറ്റില്ല, ക്യൂറായ ആൾക്കാർക്ക് മാത്രമേ തരൂ. ഈ ലോങ് കാറ്റഗറി തന്നെയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഗൗരവമുള്ള വിഷയങ്ങളാണ്. അതിനപ്പുറം ഗൗരവമുള്ളൊരു കാര്യം ചോദിക്കാനുണ്ട്, പക്ഷെ അത് ലളിതമാണെന്ന് ചിലർക്കൊക്കെ തോന്നും. സിനിമയോടൊക്കെ മോഹമുള്ള ഒരാളാണ്. ഒരുപക്ഷെ പൊളിറ്റിക്സ് സിനിമ ഒരു ഫ്രെയിമിൽ, അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ആയിട്ട് നമുക്ക് പല കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മാസ് ഓഡിയൻസിനെ നമുക്ക് ബോധവൽക്കരിക്കാൻ കഴിയും. അത്തരത്തിലൊക്കെ സിനിമയെ നോക്കിക്കാണുന്നുണ്ടോ? അതേ സാധാരണ നോർമൽ നമുക്ക് ചിരിക്കാൻ, തമാശ പറയാനൊക്കെയുള്ള സിനിമകൾ, അത്തരം സിനിമകളോടൊക്കെ താല്പര്യമായിട്ട് അതൊക്കെ എടുക്കണമെന്നാണോ മനസ്സിലാഗ്രഹിക്കുന്നത്? ഉറപ്പായിട്ട് സിനിമ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ ഫൺ തിങ് അറ്റ് ഓൾ. ഒരുപാട് മനുഷ്യരെ മോൾഡ് ചെയ്യുന്നത് വരെ സിനിമയാണ്, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ പബ്ലിക് ടോക്കിൽ പറയാറുണ്ട്, അതായത് രാമൻ എന്ന് പറയുന്ന ഒരു ഫിഗർ, ഭാര്യയുടെ കന്യാകാത്വത്തിൽ സംശയിക്കുന്ന ഒരു, എന്നാൽ ബ്രാഹ്മണർക്ക് വേണ്ടി ആരെ വേണമെങ്കിലും പോയി കൊല്ലാൻ തയ്യാറായിട്ടുള്ള, ഇപ്പം ശംഭുകൻ എന്ന് പറയുന്ന ഒരു
ഋഷി ശൂദ്രനായിരുന്നു. അപ്പോൾ അയാൾ മനനം ചെയ്യാൻ തുടങ്ങി. അപ്പം അത് ഭയങ്കര പ്രശ്നമായിട്ട് ഒരു ബ്രാഹ്മണൻ്റെ മകൻ ചത്തുപോയി. അങ്ങനെ ഈ ബ്രാഹ്മണൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ശംഭുകനെ നേരെ പോയിട്ട് ഇങ്ങനെ വെട്ടിക്കൊല്ലുന്ന ആളാണ് രാമൻ. ഈ രാമൻ്റെ സവർണ ബ്രാഹ്മണന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ക്ഷത്രിയൻ്റെ റോളാണ്. ഈ റോൾ എന്ന് പറയുന്നത് ഇന്നും ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും തീവ്രമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫിഗറാണത്, ഈ രാമൻ്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജയ് ശ്രീറാം എന്ന് പറയുന്നത് സിമ്പിളല്ല. അത് ആയിട്ട് ഷാറുഖ് ഖാനും അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്, മോഹൻലാലും അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ മെയിൽ ക്യാരക്ടർ, ഒരു ഹീറോയിക് ആയിട്ടുള്ള ധർമ്മത്തിന് വേണ്ടി എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ധർമ്മം എന്താണെന്ന് ചോദിക്കുമ്പം ബ്രാഹ്മണർക്ക് അത് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ അതിൽ ആ കഥയിൽ. അപ്പോൾ രീതിയിലുള്ള ഹീറോ ഫിഗേഴ്സിനെ വീണ്ടും വീണ്ടും നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യ കലാപാരമ്പര്യമാണ് നമുക്കുള്ളത്. അപ്പം അതിനകത്ത് ക്രിയേറ്റീവായിട്ട് ഇടപെടുക എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കരിന്തണ്ടൻ എന്ന് പറയുന്ന സിനിമ ലീല എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പോയിട്ട് അവരുടെ കൂടെ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി. അപ്പോൾ അങ്ങനെ ആ സിനിമ വരാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു ആദിവാസി മനുഷ്യൻ്റെ ഒരു ഹീറോയിക് ആയിട്ടുള്ള അത് അവർ പറയുമ്പോൾ എന്തായാലും അത് അവരുടെ കാഴ്ചപ്പാടുന്നായിരിക്കുമല്ലോ. ലീല ഒരു ആദിവാസി സ്ത്രീയാണ്. അപ്പോൾ അവർ പറയുമ്പം സത്യസന്ധമായിട്ട് ഈ കഥയെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് അതായിരിക്കുമല്ലോ അവർ പറയാ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വേർഷൻസ്, സ്ത്രീകളുടെ കഥകൾ സ്ത്രീകൾ തന്നെ പറയുക, ദളിതരുടെ കഥകൾ ദളിതർ തന്നെ പറയുക എന്ന് പറയുമ്പോൾ സിനിമയിൽ അത്രയും ഭീകരമായ കാഴ്ചകളാണ് നമുക്ക് കിട്ടാൻ തുടങ്ങുന്നത്. ഇപ്പം വാഴ എന്ന് പറയുന്ന തമിഴ് സിനിമ, അതേപോലെ മാരി സെൽവരാജ് പോലെ ഒരുപാട് വെട്രിമാർ, തമിഴിലിങ്ങനെ വലിയൊരു റേഞ്ച് ഓഫ് ആൾക്കാർ വന്നല്ലോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടമായിട്ടും അതിന് സമൂഹത്തിൽ ഭയങ്കര പ്രാധാന്യം ഉള്ളതായിട്ടും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിൽ വർക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് ലീലയുടെ കൂടെ കരിന്തണ്ടൻ്റെ സ്ക്രിപ്റ്റിൽ കുറച്ചു കാലം വർക്ക് ചെയ്തത്. ഇനിയും കുറച്ചു കാലം ലീലേൻ്റെ അസിസ്റ്റൻ്റായിട്ട് മീൻസ് താഴെ നിൽക്കുക എന്നുള്ളതാണ്. കാരണം അതിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അവർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ജീവിതത്തിൻ്റെ വാല്യൂ എന്താ, ഇതൊക്കെ എനിക്ക് വേറൊരു സ്ഥലത്തൊന്നും പോയാൽ കിട്ടാത്ത അപൂർവമായിട്ടുള്ള ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ എനിക്ക് കിട്ടുന്നുണ്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പം അവരുടെ ഭക്ഷണം, അവർ തേന്, ഇങ്ങനെയുള്ള സാധനങ്ങളെക്കുറിച്ചൊക്കെ പറയാം, പൂക്കൾ, അങ്ങനെ കാടിനെ കുറിച്ചുള്ള ഭയങ്കര ഭംഗിയുള്ള വേറൊരു കാഴ്ച. അപ്പോൾ ഈ അങ്ങനെയുള്ള സാധനങ്ങളിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ